ലാ എന്ന അടയാളം ഇവിടെ വഖഫ് ചെയ്യാൻ പാടില്ല, നിർത്താൻ പാടില്ല എന്ന അർത്ഥമാണ് സൂചിപ്പിക്കുന്നത്. ശ്വാസക്കുറവ് പോലെയുള്ള നിർബന്ധിത സാഹചര്യങ്ങളിലല്ലാതെ ഇഷ്ടാനുസരണം വഖഫ് ചെയ്യാൻ ഇവിടെ പാടില്ല. ഇനി അഥവാ ഇവിടെ നിർത്തിപ്പോയാൽ വീണ്ടും ഓതി തുടങ്ങുമ്പോൾ തൊട്ടു മുമ്പിലുള്ളതുകൂടി ഓതി അർത്ഥം യോജിക്കുന്ന രീതിയിൽ ചേർത്തോതേണ്ടതാണ്. ഉദാഹരണം പറഞ്ഞാൽ സൂറത്തു സുമറിലെ 33-ാമത്തെ ആയത്ത്, വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. ഇവിടെ വസദ്ദഖ ബിഹി എന്ന സ്ഥലത്ത് ആ ചിഹ്നം കാണാം. ഇവിടെ നിർത്താതെയാണ് ഓതേണ്ടത്. ഇനി അഥവാ നമ്മൾ വസദ്ദഖ ബിഹി എന്ന് പറഞ്ഞ് നിർത്തിപ്പോയാൽ വീണ്ടും എടുത്തോതുമ്പോൾ വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ എന്നോതേണ്ടതാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.